ബംഗ്ലാദേശികളുടെ താവളം കേരളമായി മാറുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കാരണം അത്രയേറെ ബംഗ്ലാദേശികൾ കേരളത്തിൽ പിടിയിലായിട്ടുണ്ട് എന്നുള്ളത്. പിടിയിലായി എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പിടിയിലായവർ കൊട്ടാരക്കരയിൽ 10 പേരാണ് പിടിയിലായത്. ഇതെല്ലാം ഈ അടുത്ത ദിവസങ്ങളിലാണ്. പെരുമ്പാവൂരിൽ പിടിയിലായിട്ടുള്ളത് ഈ അടുത്ത ദിവസം മുതൽ പിന്നിലോട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എണ്ണം വളരെ വലുതാണ് എന്നുള്ളതാണ്. പലയിടത്തും പല കണക്കായതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പത്തനംതിട്ടയിൽ ഒരു ഓട്ടോ ഡ്രൈവറെ പിടിയിലായി. ഓട്ടോ ഡ്രൈവറുടെ വാട്സാപ്പിൻ്റെ DP എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ഫ്ലാഗാണ്. അതുമാത്രവുമല്ല, അയാൾ ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ നിരന്തരമായി ഇടുന്ന ആളാണ്. അയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ കൊല്ലം നീണ്ടകരയിൽ 10 വർഷമായി താമസിച്ചു വരുന്ന ദമ്പതികളെ പിടികൂടി. ഇതെല്ലാം ബംഗ്ലാദേശികളാണ്. ഇത് ഏറ്റവും ചുരുങ്ങിയ ചെറിയ കണക്കാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വൻതോതിൽ തിരികെ ബംഗാളിൽ നിന്ന് ബംഗാളികൾ കേരളത്തിലേക്ക് വരുന്നു. ഭൂരിപക്ഷവും ബംഗ്ലാദേശികൾ എന്നതിൽ സംശയമില്ല. അത് കേരളത്തിൻ്റെ, അതായത് ബംഗാളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ബംഗ്ലാദേശികളുടെ സുരക്ഷിത താവളമായി കേരളം മാറുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അല്ല, കേരളം കുറേ നാളുകളായിട്ട് ഇപ്പം നമ്മൾ ഈ ബംഗാളി എന്ന് പറയുന്ന ആൾക്കാരിൽ ഒരു നല്ല ശതമാനം നേരത്തെ തന്നെ ബംഗ്ലാദേശിയിലായിരുന്നു. ഉദാഹരണത്തിന് ബംഗാളികൾ ഇവിടെ ജോലിക്ക് വരുന്ന ബംഗാളികളുടെ അടുത്ത് സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന പ്രദേശം ഏതെന്നറിയോ? മുർഷിദാബാദ്. ഇപ്പോൾ കേരളത്തിൽ വരുന്ന ബംഗാളികളോട് എല്ലാ ബംഗാളികളും പറയുന്നത് മുർഷിദാബാദ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ ഈ ആധാർ പ്രോസസ്സ് ചെയ്യുന്ന കൈവശമുള്ള ആൾക്കാരുണ്ട്, വോട്ടർ ഐ ഡി ഉള്ള ആൾക്കാരുണ്ട്, ഈ ബംഗാളികളായിട്ടുള്ള ആൾക്കാർ, ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ഒരു ഡ്രൈവർ പിടിച്ചെന്നില്ല, 5 വർഷമായിട്ട് അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ, അയാൾക്ക് ലൈസൻസ് ഇവിടെ നിന്ന് കിട്ടിയതായിരിക്കും ലൈസൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്തരത്തിലുള്ള ഡോക്യുമെൻസും ഒക്കെ ഫോർജ്ഡായിട്ടൊക്കെ വ്യാജ ഡോക്യുമെൻസുമായിട്ടൊക്കെ ജീവിക്കുന്ന ധാരാളം ബംഗ്ലാദേശികളിലൂടെ ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ബംഗ്ലാദേശികൾ ഇത്രയും കൂടുതൽ കേരളത്തിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ സാധാരണ ഇപ്പോൾ നിർമ്മാണ മേഖലയിൽ 100% അന്യ സംസ്ഥാന തൊഴിലാളികളാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വെസ്റ്റ് ബംഗാൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇപ്പം ആയി വരുന്നതേ ഉള്ളൂ. ഇതുവരെ ഈ പ്രദേശത്തെങ്ങും ഒരു തൊഴിലൊരാളിനെ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ബംഗാളിയില്ല. മറ്റേത് രാവിലെ ഏതെങ്കിലും കവലയിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബംഗാളികൾ നിരന്ന് നിൽക്കുമായിരുന്നു. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ ജോലി കൊണ്ടുപോകാം. പിന്നെ അത് മാത്രമല്ല, നിർമ്മാണ മേഖലയിൽ സ്തംഭിക്കുകയുണ്ടായി കേരളത്തിൽ ഈ ബംഗാളികളുടെ അഭാവം കാരണം. പക്ഷെ അവരൊക്കെ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. ഈ ബംഗ്ലാദേശികളുടെ ലേബർ എന്ന് വെച്ചാൽ വളരെ ചീപ്പ് ലേബറാണ്. അതാണ് ഈ നിർമ്മാണ മേഖലയിൽ ഇവർ വളരെയധികം ഈ കോൺട്രാക്ടർമാരെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ. കാരണം കോൺട്രാക്ടർമാരെ നോക്കുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ ഒരു രേഖ ഉണ്ടാവും, ഏതെങ്കിലും ഒരു ആധാർ കാർഡോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് പേരിനുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് അവരുടെ ഭാഗം ഒരു പരിധിവരെ ബംഗ്ലാദേശികളാണെന്ന് ഇവർക്ക് അറിയാമായിട്ടും ഈ കോൺട്രാക്ടർമാർക്കൊക്കെ അറിയാം അവർ ബംഗ്ലാദേശികളാണെന്നുള്ളത്. പക്ഷേ ഈ ഡോക്യുമെൻറ്റ്സ് ഉള്ളതിൻ്റെ പേരിൽ അത് ഉറപ്പാക്കുകയും അല്ലെങ്കിൽ അത് പിന്നെ വ്യാജമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടതൊക്കെ അധികാരികളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഇത് വ്യാജ ഡോക്യുമെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. പക്ഷേ ഇതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചീപ്പ് ലേബർ, വളരെ കുറഞ്ഞ തുച്ഛമായ വേതനത്തിനാണ് ഈ ബംഗ്ലാദേശിലൂടെ പ്രവർത്തിക്കുന്നത്. ആ തുച്ഛമായ വേതനം തന്നെ അവരെ സംബന്ധിച്ച് വലിയൊരു വരുമാനമാണ്. അവർ ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം വെള്ളത്തിൽ തകരം കൊണ്ടുണ്ടാക്കിയ വീടുകളിലും വളരെ പരിതാപകരമായ, ഇന്ന് കേരളത്തിൽ ഈ പരിതാപകരമായ അവസ്ഥയിൽ താമസിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ ബംഗാളികളാണ്. അപ്പോൾ ആ ഒരു സംഗതി ഇവിടുത്തെ ഗവൺമെൻറ്റിനും പോലീസുകാർക്കും ഒക്കെ അറിയാവുന്ന സംഗതിയാണ്. ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ഇപ്പം കിലോ കണക്കിന് കഞ്ചാവും MDMA ഒക്കെ പിടിക്കുന്നില്ലേ, ഇത് ഇവിടുത്തെ എല്ലാ പോലീസുകാർക്കും അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ ഇത് പോലീസിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, ഇല്ലേ, ഇങ്ങനെയൊക്കെയുള്ളത് പിടിക്കുക എന്നുള്ളത്. അതിനിപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറേണ്ടി വന്നു, ഒരു പ്രത്യേക സംരംഭമായിട്ട് മാറേണ്ടി വന്നു. എന്ന് വെച്ചാൽ പോലീസിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തന രീതിയിൽ ഇത് വന്നിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് മാത്രം, അത് വേറൊരു വിഷയമാണ്, വിഷയം മാറിപ്പോവുകയല്ല, എങ്കിലും നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പോലീസ് സേനയിലെ തന്നെ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥരുടെ, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഈ മൗന അനുമതിയോടുകൂടിയാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. അത് വേറൊരു വിഷയം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവിടെ നടക്കുന്ന പല ക്രൈമുകളിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരിൽ ബംഗ്ലാദേശിലുണ്ട്. അതേപോലെ തന്നെ കൊലപാതക കേസുകൾ നടക്കുന്നുണ്ട്, അതിൽ ബംഗ്ലാദേശികളുണ്ട്. അപ്പോൾ ബംഗ്ലാദേശികൾ കേരളത്തിൽ ഇപ്പോൾ മാത്രമല്ല, വളരെ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് കേരളത്തിൽ, വിശേഷിച്ചും തെക്കൻ കേരളത്തിൽ, ഇപ്പോൾ ഈ
ചെങ്ങന്നൂർ തൊട്ടൊക്കെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പിന്നെ ഇത്തരത്തിലുള്ള നമ്മളെ നേരത്തെ ഒന്ന് രണ്ട് ഉള്ള വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വിഷയമാണ്. കാര്യം ചില കടകളിലൊക്കെ പോയിട്ട് എത്ര രൂപയാണെന്ന് ചോദിക്കുന്നതിന് പകരം എത്ര ഡാക്കാണെന്നാണ് ചോദിക്കുന്നത്. അവരുടെ കറൻസിയാണത്, അറിയാതെ വന്നു പോകും. അപ്പോൾ പെട്ടെന്ന് ഈ കട ഉടമ എന്തെങ്കിലും സംശയം തോന്നുന്ന ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു സാധനം വാങ്ങാതെ ഓടിക്കളയുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു എവറിഡേ റിയാലിറ്റീസാണ്. അപ്പോൾ ആ ഒരു സംഗതിയിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ മറ്റേ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ 3Ds ഉണ്ടല്ലോ, അതായത് ഡിറ്റക്ട്, ഡെലീറ്റ് ആൻഡ് ഡീപോർട്ട്, അത് വളരെ സജീവമായിട്ട് തകൃതിയായിട്ട് ബംഗാളിൽ നടക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഹക്കിംപൂർ ബോർഡറിലാണ്. അപ്പോൾ അതിലേക്കൂടെ തന്നെ ധാരാളം സ്വമേധയാ തന്നെ ധാരാളം ബംഗ്ലാദേശിൽ രേഖകളില്ലാത്ത ബംഗ്ലാദേശികൾ ഇതിനകം തന്നെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞു. ബംഗ്ലാദേശ് ഗവൺമെൻറ് ഇപ്പം നമ്മൾ ബംഗ്ലാദേശ് ഗവൺമെൻറ് താരിഖ് റഹ്മാനാണല്ലോ പ്രധാനമന്ത്രി. അപ്പം ആ ഗവൺമെൻറ് നമ്മളും തമ്മിൽ ഇപ്പം വലിയൊരു യൂനിസിൻ്റെ കാലത്തിന് ശേഷം ഒരു ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ഗവൺമെൻറ് ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഈ ബംഗ്ലാദേശികളാണെന്ന് ഉറപ്പുള്ള ആൾക്കാരെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമായിട്ട് ഇത് മാറുന്നതുമില്ല. പക്ഷേ ഈ ബോർഡറിൽ കഴിഞ്ഞ ദിവസമൊക്കെ ചില വീഡിയോകളൊക്കെ വന്നായിരുന്നു. നമ്മളത് പറയുന്ന വാർത്ത നമ്മൾ ചെയ്യുകയും ചെയ്തു. അതായത് ഈ ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ BSF ആൾക്കാരെ കടത്തിവിടാൻ നേരത്തെ തടയുന്നുണ്ട്. അത് ലോക്കൽസിന്റെ പിന്തുണയോടുകൂടിയാണ് തടയുന്നത്. ബംഗ്ലാദേശികളായ ആ ബോർഡറിന് സമീപത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികൾ തടയുകയാണ് അവരുടെ കൂടെ നിന്നിട്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ആ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പം ബംഗ്ലാദേശികളുടെ ഭാഗത്തു നിന്ന് അതേപോലെ ജമാഅത്തെ ഇസ്ലാമി അവിടെ വളരെ ശക്തമാണ്. പിന്നെ അംഗസംഖ്യയിൽ വളരെ കൂടുതലില്ലെങ്കിലും സാന്നിധ്യം കൊണ്ട് വളരെ സജീവമാണ് ജമാഅത്തെ ഇസ്ലാമി. വിശേഷിച്ചും യൂനിസിൻ്റെ കാലഘട്ടത്തിൽ, ആ ഇൻട്രീം ഗവൺമെൻറ് കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷെ അവരൊക്കെ അവിടെ ഈ പറഞ്ഞ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുകയും പിന്നെ ഇന്ത്യയിലേക്ക് വന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ബംഗ്ലാദേശ് ഗവൺമെൻറ് അത് വളരെ പക്വതയോടുകൂടി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊരു ഇഷ്യൂ ആകാതെ മാറിയിട്ടുണ്ട്. ഇപ്പം ബംഗ്ലാദേശ് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്, രേഖകളില്ലാത്ത ബംഗ്ലാദേശികളാണെന്ന് ഉറപ്പുള്ളവരെ ഞങ്ങൾ സ്വീകരിക്കാൻ യാതൊരു പ്രയാസമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളൊരു താമസമാണ് ഈ ബോർഡറിൽ എടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശക്തമായിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഹോൾഡിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട്. അതായത് എവിടെ നിന്നാണോ പിടിക്കപ്പെടുന്നത് അത്തരം ബംഗ്ലാദേശികളെ ഈ കരുതൽ തടങ്കലായിട്ട് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡിംഗ് സെൻറ്റേഴ്സ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കാനായിട്ട് ഇപ്പം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഏതാണ്ട് 32 ലക്ഷത്തോളം ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്ത, ഇല്ലീഗലായിട്ടുള്ള, അനധികൃതമായിട്ട് താമസിക്കുന്ന ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഇപ്പം നിലവിലുണ്ടെന്നാണ് ഏകദേശം ഒരു എന്താ പറയുക യാഥാർത്ഥ്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കണക്കുകൾ പറയുന്നത്. എന്നാൽ അതിൽ കൂടുതലുണ്ടെന്നുള്ളതാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരു കണക്കെടുപ്പും അതല്ലെങ്കിൽ അവരുടെയുള്ള ഒരു ഈ കഴിഞ്ഞ ഇപ്പോൾ SIR നിന്ന് പുറത്തുപോയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അത് ഏതാണ്ട് 80 ലക്ഷത്തിലധികം വരും. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഈ 32 ലക്ഷത്തിൽ കൂടുതലും ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ അനൗദ്യോഗിക കണക്കുകൾ പലതും കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 3 കോടി പേർ ഇന്ത്യയിൽ, ബംഗ്ലാദേശിലും ആസാമിലും പ്രധാനമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് ഈ ആൾക്കാർ ഉണ്ട് എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിലുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് അവിടെ ബംഗാളികൾ താമസിക്കുന്ന കോളനിയുണ്ട്. അവിടുത്തെ സ്ലം ഏരിയയിൽ ബംഗ്ലാദേശികളുണ്ട്. മുംബൈയിൽ ധാരാളമുണ്ട്. ബാംഗ്ലൂർ വലിയൊരു രീതിയിലുണ്ട്. ഇപ്പോൾ ചെന്നൈയിൽ അധികം കാണപ്പെടുന്നില്ല. അത് കഴിഞ്ഞിട്ട് കേരളമാണ്. ആസാം ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ആസാമിലുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നിറയെ ബംഗ്ലാദേശികളുണ്ട്. ഇപ്പം ഡൽഹിയിലാണെങ്കിൽ റോഹിംഗ്യൻസും ഉണ്ട്. അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അഭയാർത്ഥി, അതല്ലെങ്കിൽ ഒരു അഭയാർത്ഥി എന്ന് പറയുന്നത് ശരിയല്ല, നുഴഞ്ഞുകയറ്റക്കാർ, അതല്ലെങ്കിൽ ഈ അനധികൃത കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റം എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അത് ഒരു വലിയ വിഷയമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 കോടി ഉണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇങ്ങനെ അനൗദ്യോഗികമായിട്ട് പറയപ്പെടുന്നതാണ്. പക്ഷേ ഇന്ത്യ ഒട്ടുകൊണ്ട് അതിൽ ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഇതുണ്ട്. അതുകൊണ്ടാണ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്, ഹോൾഡിംഗ് സെൻറ്റേഴ്സ്, അതായത് കരുതൽ തടങ്കലായിട്ട് വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം കേരളത്തിലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ്
ഇപ്പോൾ ഈ അറസ്റ്റുകളൊക്കെ നടക്കുന്നത്. കാര്യം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇതിനെ നിഷേധിക്കാനും പറ്റത്തില്ലല്ലോ. അതെ അല്ലേ? അല്ല, ഇന്ന് ചെന്നിത്തല വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഉം. കുറ്റവാളികളുടെ എണ്ണം കൂടുന്നുണ്ട്, അതുകൊണ്ട് ഒരു സെൻട്രൽ ജയിലും കൂടെ പണിയണമെന്ന്. അതെ. കാരണം അത് ഒരെണ്ണം മതിയോ മതിയാകുമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അതെ. അപ്പോൾ തൽക്കാലം എന്തായാലും അത്രയും പറഞ്ഞത് വളരെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് വളരെ ശക്തമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഇതിനകത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇതുവരെ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇപ്പോൾ കേരള ഗവൺമെൻറ്റും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അനുഭാവപൂർണ്ണമായ ഒരു സമീപനമാണ് ഇവരോട് എടുത്തിരുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ബംഗ്ലാദേശികൾ കുറേ പേരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളതാണ് പറയപ്പെടുന്നത്. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കോവിഡ് സമയത്ത് ഇവർക്കൊരു വലിയ അതിഥി തൊഴിലാളികൾ എന്നുള്ള ഒരു പദവിയും കൂടെ നമ്മൾ ഒരു കൊടുത്തിരുന്നു. പക്ഷേ അതിഥി തൊഴിലാളികൾ കൊടുത്തിരുന്നെങ്കിൽ പോലും നമ്മൾ മലയാളിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്തൊരു സമീപനമാണ് മലയാളികളുടെ. ഇപ്പം നമ്മൾ വലിയ കാര്യത്തെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ നമ്മൾ ഈ മാനവീയം പുരോഗമനം എന്നൊക്കെ പറയുന്ന പോലെ പറയും. പക്ഷേ കേരളത്തിലൊരു ഒറ്റ ബംഗാളി ഫാമിലി പോലും കേരള സൊസൈറ്റിയായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. അത് കേരളത്തിൻ്റെ ഒരു മറിച്ച് ഒരു മലയാളി ലോകത്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അവൻ അടുത്ത ചെന്ന 6 മാസം ചിലപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ ഒക്കെ ആയിരുന്നിരിക്കും. പക്ഷെ ഇവിടെ ഈ ബംഗാളികൾ മലയാളി സമൂഹവുമായിട്ട് തീരെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപൂർവം ചിലർ കല്യാണം കഴിച്ചിവിടെ കൂടുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാതെ ഉള്ള ഒരു ഇൻറ്റഗ്രേഷൻ വളരെ കുറവാണ്. പക്ഷേ ഇനി അത് ഭാവിയിൽ വരും. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ 10 വർഷമായിട്ട് 12 വർഷമായിട്ട് താമസിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ 12 വർഷമായിട്ട് അറസ്റ്റ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ കുടുംബത്തിനോടൊപ്പം ഉണ്ടായിരുന്ന കുടുംബമായിട്ട് താമസിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ കുട്ടികൾ ഇവിടുത്തെ ഈ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ നല്ലൊരു ശതമാനം ഈ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും വന്ന ആൾക്കാരുടെ മക്കൾ നല്ലൊരു ശതമാനം ഇപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിൽ പലരും വളരെ മിടുക്കരായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. റാങ്ക് ഇപ്പം ഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഏതോ ഒരു വർഷത്തിന് മുമ്പ് റാങ്ക് വാങ്ങിച്ചൊരു കുട്ടിയുടെ കഥയൊക്കെ മാധ്യമങ്ങളിൽ വരികയുണ്ടായി. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേറെ ഏതൊരു മാറ്റങ്ങളും നമ്മുടെ കേരളത്തിൽ ഇത് നടക്കുന്നുണ്ട്. പക്ഷെ ഇത്രയധികം ഈ ആൾക്കാർ ട്രെയിനിലൊക്കെ വന്ന് ഇറങ്ങുന്നത് കേരളത്തിൽ വലിയ ക്രൈം റേറ്റ് കൂടാ, അതായത് അക്രമികളാണ് വന്നിറങ്ങുന്നതിൽ വലിയൊരു ശതമാനം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കില്ല. അത് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ഇവിടെ ഒരു വീട്ടിൽ കയറി പിന്നെ കൊള്ള നടത്തിയ, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരെയൊക്കെ ആക്രമിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് കേസുകൾ ഈ സമീപകാലത്ത് തന്നെ ഉണ്ടായതിലെല്ലാം പിടിക്കപ്പെട്ടത് ഈ ബംഗാളികൾ എന്നുള്ള രീതിയിലാണ്, അന്യ സംസ്ഥാന തൊഴിലാളി എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. ക്രൈം റേറ്റ് ആ രീതിയിൽ കൂടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ക്രൈം റേറ്റിൽ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ബംഗ്ലാദേശികളെ ഈ പറഞ്ഞതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ പറഞ്ഞ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം അറസ്റ്റുകൾ കേരളത്തിൽ ഇനി നടക്കും. മാത്രമല്ല, കേരള ഗവൺമെൻറ്റും ഇതുവരെ ഒരു എന്താ പറയുക, ഒരു ശാസ്ത്രീയമായൊരു നിലപാട് ഇതിനോട് സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു വലിയ വിഷയമാണത്. അപ്പോൾ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇവരുടെ കൃത്യമായിട്ട് രേഖകൾ ഉണ്ടാവുക, എവിടെയൊക്കെ ഇവരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, എവരുടെ ഇടയിൽ ഏതെങ്കിലും രോഗങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പഠനമൊക്കെ നടത്തേണ്ട ആവശ്യം. ഇവരുടെ താമസ സൗകര്യങ്ങളെന്ന് വെച്ചാൽ വളരെ നമ്മുടെ കൊച്ചിയിലൊക്കെ ചില സ്ഥലങ്ങളിൽ അവർ താമസിക്കുന്നത് പുഴുക്കളെ പോലെയാണ് താമസിക്കുന്നത്. നമുക്ക് അപകടമാണ് ഈ പറയുന്ന രോഗങ്ങൾ വരത്തില്ലേ? ഇപ്പൊ അവരുടെ മാത്രമല്ല, അത് മനുഷ്യാവകാശം കൂടെ ആണല്ലോ അത്. ഇപ്പൊ ഒരു വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നിട്ട് രേഖയുള്ള ഒരു വ്യക്തി നാട്ടിൽ തൊഴിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയല്ലേ ചെയ്യുന്നത്. അയാൾക്ക് മനുഷ്യത്വപരമായ അവകാശങ്ങൾ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കേണ്ടത് നമ്മളുടെയും കൂടെ ഉത്തരവാദിത്തമാണല്ലോ, ഇന്ത്യൻ പൗരനാണെങ്കിൽ. പിന്നെ തീർച്ചയായിട്ടും. പക്ഷെ അത്തരത്തിലുള്ള ഒരു സമീപനം നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ ഇതുവരെ എടുത്തിട്ടില്ല. അതും ആവശ്യമാണ്. അല്ലെങ്കിൽ രോഗങ്ങൾ പോലും വളരെ അപകടകരമായ രീതിയിൽ ഇപ്പം തന്നെ കണ്ടില്ലേ, പല നമ്മൾ പേര് കേട്ടിട്ടില്ലാത്ത പല രോഗങ്ങളും രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ളൊരു കൃത്യമായ ഒരു വ്യവസ്ഥ വേണം. ഇപ്പോൾ അന്യദേശ തൊഴിലാളികളോട് വരികയാണ്, അത് ഏത് കോൺട്രാക്ടിൻ്റെ കീഴിലാണ്, എല്ലാത്തിനും ഇപ്പോൾ സംവിധാനമില്ലേ. നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് വളരെ അനായാസമായിട്ട് ഇതെല്ലാം ചെയ്തുവിടാം. ഇപ്പം തന്നെ ബംഗ്ലാദേശിലേക്ക് കടത്തിവിടുന്ന ഈ ഡോക്യുമെൻ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അതെല്ലാം അവരുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് കടത്തിവിടുന്നത്. കാര്യം ഇനി അവർ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ള സ്ഥിതിക്ക് സംസ്ഥാന സർക്കാരും അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബംഗ്ലാദേശിൽ ഈ കേരളം ഈ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശികൾ കേരളത്തിൽ വന്ന് നിറയാനും നമ്മളുടെ സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ബംഗ്ലാദേശിലേക്ക് പോയി കഴിഞ്ഞാൽ പലരുടെയും അവസ്ഥ അവർക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശിൻ്റെ അവസ്ഥ. അതേപോലെ കേരളം എന്നുള്ളത് ഈ ബംഗാളികൾക്കും ബംഗ്ലാദേശികൾക്കും ആസാമികൾക്കും ബീഹാറികൾക്കും ഒക്കെ നന്നായിട്ട് ഇപ്പോൾ അറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ
ഉള്ള സുഖകരമായ ജീവിതവും അതെ അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം കഴിക്കാം, പിന്നെ അത്യാവശ്യം നല്ല വേതനം കിട്ടും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ബംഗ്ലാദേശികളുടെ വരവ് ഇങ്ങോട്ട് വൻതോതിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.